എൻ്റെ പേര് അമൽ. ഞാൻ കോഴിക്കോട് ദേവഗിരി ഇടവയിൽ നിന്ന് വരുന്നു. ഒരു മാസമായിട്ട് ഞാൻ അത്ഭുത ജമാലയും വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ജമാലയും കാണുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എലിശല്യം ഉണ്ടായിരുന്നു. എലിശല്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എലീനെ കിട്ടും. ഇങ്ങനെ കെണി വെച്ച് കഴിഞ്ഞാൽ ഒരു കെണി വെച്ചാൽ ഒരെണ്ണം കിട്ടും, രണ്ടെണ്ണം വെച്ചാൽ രണ്ടെണ്ണം കിട്ടും. അങ്ങനെ ഇത് കുഴിച്ചിടാൻ സ്ഥലം തികയാണ്ടായി. എത്ര എലിപ്പെട്ടി ഉണ്ടോ അത്രയും പെട്ടി വെക്കുകയാണെങ്കിൽ അത്രയും എണ്ണം കിട്ടും. ഒരെണ്ണമാണെങ്കിൽ ഒരു പെട്ടിക്കിലാണെങ്കിൽ ഒരു എണ്ണം, 10 എണ്ണം പെട്ടി വെച്ച് കഴിഞ്ഞാൽ 10 എലിയിലെ കിട്ടും. അത്രമാത്രം എലി ശല്യം. ഇവിടുന്ന് വെഞ്ചരിച്ച് ഉപ്പ് മേടിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ 33 വിശ്വാസ പ്രമാണം ചൊല്ലി, ബന്ധന പ്രാർത്ഥനകൾ പുസ്തകത്തിലുണ്ടായിരുന്ന ഫുള്ള് ചൊല്ലി, വൈദികൻ്റെ ഒഴിച്ച് ബാക്കിയെല്ലാം ചൊല്ലി. പക്ഷേ അത് വർക്കായില്ല. പിന്നെ അടുത്ത ദിവസം എലീനെ കിട്ടിയ 2 എലീനെ കിട്ടി. അത് കഴിഞ്ഞിട്ട് വേറൊരു എപ്പിസോഡിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇത് ഫലം കിട്ടാത്തവർ തുറന്ന കുമ്പസാരം നടത്തിയിട്ട് ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുമ്പസാരിച്ച് വന്നിട്ട് ഒന്നുകൂടി വെതറിയപ്പോൾ സംഗതി സ്റ്റോപ്പായി. പിന്നെ എലീനെ ഇതുവരെ കിട്ടിയിട്ടില്ല. എത്ര നാളായി? ഇപ്പോൾ 1 മാസത്തോളമായി. നല്ലൊരു കൈയടി കൊടുത്തേ. മറ്റോ വർഷങ്ങളായിട്ടുള്ള എലി ശല്യമാണ് കുമ്പസാരിച്ചതിന് ശേഷം. അടുത്ത് ഒരു എപ്പിസോഡിൽ ചേട്ടൻ സാക്ഷ്യം പറഞ്ഞു, വാച്ച് കെട്ടുന്ന അലർജി മാറിയതായിട്ട്. അപ്പം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ല. ഒരു 15 വർഷമായി സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് വാച്ച് അലർജിയാണ്. കൈ ഇങ്ങനെ ചൊറിഞ്ഞ് വരും, ഒരു കുരുക്കൾ വരും. പിന്നെ കുറച്ചു നേരം വാച്ച് ഒരു പോക്കറ്റിലിടും. അങ്ങനെയൊക്കെ ആയിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത്. അത് ഞാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ഈ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല, എൻ്റെ ഇതും കൂടി സൗഖ്യം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1 മാസമായിട്ട് വാച്ച് കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അത് അത്ഭുതമാലിൽ വിളിച്ചു പറഞ്ഞേ? അതെ, അത്ഭുതമാലിൽ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കരങ്ങൾ വിളിച്ച് നന്ദി പറയാം. വലിയ അനുഗ്രഹങ്ങളാണ് കേട്ടോ.